ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളെ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ അതിർത്തിയായ വഴിക്കടവ് പഞ്ചായത്തിലെ ആനമറയിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു. നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയുകയാണ് ലക്ഷ്യം. അവരോട് വളരെ ഈ ചെക്ക് പോസ്റ്റ് വെച്ചെങ്കിലും വളരെ നല്ല സൗമ്യമായിട്ട് ഇടപെടണം ആദ്യമൊക്കെ എന്ന് ഞാൻ പറയുന്നത്. ആദ്യം പറയുന്നത് നിരോധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അല്ല, അത് ഇന്നു മുതലേ തുടങ്ങുന്നതിന് കുഴപ്പമില്ല. മാതൃകാപരമായിട്ട് പറയുക. ഫൈൻ ഈടാക്കുന്നത് നേരത്തെ പ്രസിഡന്റും സ്വാഗത പ്രസംഗനും പറഞ്ഞ പോലെ 1 മാസം കഴിഞ്ഞിട്ട് മതി. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് വെക്കുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് കൊണ്ട് പ്ലാസ്റ്റിക് തരിക, ആരെയും ത്രട്ടൻ ചെയ്യുകയോ പേടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, തരിക. ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് പകരം മറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോഡിഗ്രേഡബിളായ ചില വസ്തുക്കൾ അതുവഴി കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഒരു തുക ഈടാക്കി തന്നെ കൊടുക്കാം. അതാരും തർക്കിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാൻ ലക്ഷ്യം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപിച്ച പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR വിനോദ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി അധ്യക്ഷനായി. നാടുകാണി ചുരത്തിൽ അലക്ഷ്യമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് തടയാനും നിലമ്പൂരിലെ ടൂറിസം കേന്ദ്രങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കാനും വഴിക്കടവ്, നിലമ്പൂരിലെ വടപുറം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനും 2 മാസം മുമ്പ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ആദ്യ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റ് വഴിക്കടവിലെ ആനമറയിൽ സ്ഥാപിച്ചത്. ആദ്യഘട്ടത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് മുക്ത ബോധവൽക്കരണമാണ് ഇവിടെ നടത്തുക. വാഹനയാത്രക്കാരെയും വിനോദസഞ്ചാരികളെയും സമീപിച്ച് ചുരത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തും. ആവശ്യമെങ്കിൽ ബദൽ ഉൽപ്പന്നങ്ങൾ വില ഈടാക്കി നൽകും. 2ാം ഘട്ടത്തിൽ ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ പരിശോധിക്കുകയും നിരോധിത പ്ലാസ്റ്റിക്കുകൾ പിടിച്ചെടുത്ത് പിഴ ഈടാക്കുകയും ചെയ്യും. ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഇതിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കും. ചുരത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക, ശുചീകരണ തൊഴിലാളികളെ നിയമിക്കുക, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ കഫ്റ്റീരിയ, ബദൽ ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനുള്ള സംവിധാനം എന്നിവ ഒരുക്കും. ചുരുങ്ങിയ സമയത്തുള്ളിൽ പ്ലാസ്റ്റിക് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള നടപടിയെടുത്ത ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ജില്ലാ കളക്ടർ അഭിനന്ദിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടത്തിൽ, LSTD അസിസ്റ്റന്റ് ഡയറക്ടർ PB ഷാജു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജകുമാരി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായ പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.